കാണാത്ത കാഴ്ച സമത് കാണിക്കും, കേൾക്കാത്ത കിസ്സ സമത് കേൾപ്പിക്കും. എന്ത് രസമുള്ള വരികളല്ലേ. അല്ല കൂട്ടരെ, ഞാൻ ചോദിക്കട്ടെ, ഈ സമത് കാണാത്ത കാഴ്ചകൾ കാണിപ്പിച്ചു കൊടുക്കണേന് എനിക്കും നിങ്ങൾക്കും എന്താ പ്രശ്നം? അദ്ദേഹത്തിന്റെ ഭാര്യനല്ലേ കാണിച്ചു കൊടുക്കണത്, അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു കുട്ടി എന്തെല്ലാം കാഴ്ചകൾ കാണാണ്ട്. സന്തുഷ്ടകരമായ ബന്ധങ്ങളുടെ, കുടുംബജീവിതത്തിൻ്റെ, യാത്രകളുടെ, വിരുന്നിൻ്റെ, അതോടൊപ്പം ഒരുമിച്ചൊരു പുരുഷനോടൊപ്പമുള്ള ജീവിതത്തിൻ്റെ പ്രണയാനുഭവങ്ങളുടെ കാഴ്ചകൾ, അങ്ങനെ പലതുമില്ല. ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവിലേക്ക് തന്നെ നോക്കണെന്താ? അല്ല, ഇനിയിപ്പോൾ കൂട്ടട്ടെ, അതൊരു സെക്സിൻ്റെ ഒരു മീനിങ്ങും കൂടി ഉണ്ട് എങ്കിൽ ഭർത്താവിനല്ലേ സെക്ഷൽ അനുഭവങ്ങളും കൊടുക്കേണ്ട ആള്. അല്ലെങ്കിൽ പറയാണ് അത് ഒരു കല്യാണത്തിന്റെ സദസ്സിൽ വെച്ചൊരു പാട്ടൊക്കെ പാടിയതാണ് വലിയൊരു വൻപാപം പോലെയുള്ള ഭീകരമായ തീവ്രവാദമെങ്കിൽ അത് ഈ സമത് പാടില്ലല്ലോ ചെയ്തത്. സമത് വന്നാണ്ട് ഞാൻ കാണാക്കാഴ്ചന്റെ പെണ്ണുങ്ങളെ കാണിക്കുന്നല്ലോ പറഞ്ഞത്. കല്യാണ ഫംഗ്ഷനിൽ വന്നുകൊണ്ട് ഒരു പാട്ട് പാടുന്ന ടീം, ഗായക സംഘം വന്ന് പാടിയതല്ല, അതിന് ഇവരെന്ത് തെറ്റ് ചെയ്തു? അതാണ് എൻ്റെ വിഷയം. ഇങ്ങനെ പറയാൻ കാരണം പെണ്ണിന്റെ വാപ്പയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ആ ദമ്പതികളുടെ ജീവിതം അവരെ ഒന്ന് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ കല്യാണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകര സ്വപ്നം പോലെ മാറിയിരിക്കുകയാണ്. എല്ലാ രസങ്ങളും കെട്ടിയില്ല, കേരളം മുഴുവൻ ആഘോഷിക്കുകയാണ്. ആ കുട്ടി എത്രത്തോളം വിഷമം അനുഭവിക്കുന്നുണ്ടാവും. ചെയ്യാത്തൊരു തെറ്റിന് വേണ്ടിയിട്ട് ക്രൂശിക്കപ്പെടില്ലേ? ആരോ പാടിയതിന്റെ പേരിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിന് ഏറ്റവും ഒരു വേദന എത്രത്തോളം ഉണ്ടാവും. അതുകൊണ്ട് സ്ത്രീപക്ഷവാദികളൊക്കെ ആ കുട്ടിയെ റുഷ്ദമോളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. റുഷ്ദമോൾ ആ മോളെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് അവരെ ഒന്ന് വിട്ടേക്ക്, അവരുടെ ജീവിതം അങ്ങനെ പോയിക്കോട്ടെ.